ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡും അതുപോലെ നാളത്തെ പ്രൊമോയും കൂടെ നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. റിവ്യൂ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ്. പ്രിയനാണെങ്കിലോ രഘുവിനെ കൈയോടെ പിടിച്ച് എല്ലാവരുടെ മുന്നിൽ കൈ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ട അരവിന്ദനാണെങ്കിലോ എൻ്റെ കൈലാഷേ, ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും വഴക്കാണ്. ഇങ്ങനെ വഴക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം കൈലാഷ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ കൈലാഷ് പറയാൻ തീർച്ചയായിട്ടും ഞാനേ ഇതിനായിട്ടൊരു കൃത്യമായൊരു തീരുമാനം ഞാൻ എടുക്കും. അതിന് വേണ്ടി എന്തിനാണ് പ്രിയൻ തല്ലിയത് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. രഘു തന്നെ പറയട്ടെ. മുത്തേ നീ തന്നെ ചോദിക്കുന്നു പറയണ്ടോ. ഈ സമയത്ത് മുത്ത ചോദിക്കുകയാണ്, ഇടാ നിന്നെന്തിനാ പ്രിയൻ തല്ലിയത് എന്ന് കരുണാകരൻ ചോദിക്കുകയാണ്. നീ വായ തുറന്നൊന്ന് പറ, നിൻ്റെ വായിൽ എന്താ ഇരിക്കുന്നത്? ഇവൻ എന്തിനാ നിന്നെ തല്ലിയത്? സാർ, എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇവൻ തല്ലിയതിന് പിന്നിൽ പ്രതികാര ബുദ്ധിയാണ്. ഇവർ ചീട്ട് തുടങ്ങിയ കാര്യം എല്ലാവരോടും പറഞ്ഞത് രഘുവാണല്ലോ, അതിൻ്റെ പ്രതികാരം അവൻ തീർത്തതാണ്. ഈ സമയത്ത് കൈലാഷ് പറയണം, അങ്ങനെയാണോ? എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാക്കണം എല്ലാവരും. അതിനുശേഷം മാത്രമേ ഞാൻ ആർക്കെങ്കിലും ശിക്ഷ വിധിക്കുള്ളൂ. മുക്തി ചോദിക്കുക, രഘു സത്യം പറ, അവൻ എന്തിനാ നിന്നെ പിടിച്ച് തല്ലിയത്? സത്യം പറയുമെന്ന് പറയുമ്പോൾ രഘു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈലാഷ് പറയാണ്, അപ്പോൾ രഘുവിന് ഉത്തരവില്ല. അപ്പോൾ രഘുവിന് ഉത്തരവില്ലാതെടുത്ത് എന്തായാലും പ്രിയന് ഉത്തരം ഉണ്ടാവും. പ്രിയൻ എന്തിനാണ് തല്ലിയെന്നുള്ളത് പ്രിയനോട് തന്നെ ചോദിക്കാം. അപ്പോൾ പ്രിയൻ പറയാണ്, സാർ എന്നോട് ചോദിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ഇവനെ ഇപ്പം ഞാൻ തല്ലിയത് നിങ്ങളെല്ലാവരും വിചാരിക്കും പോലെ കരുണാകരൻ സാറിന് ഞങ്ങൾ ഒറ്റ കൊടുത്തതിനൊന്നുമല്ല. ഇന്നോളം ഈ നിമിഷം വരെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആരോടും വാദിച്ചിട്ടില്ല. കരുണാകരൻ സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാവും. ഇവിടെയുള്ള ഓരോ തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ശബ്ദം ഉയർത്തിയിട്ടുള്ളത്. ഇവരെല്ലാവരും എൻ്റെ സഹപ്രവർത്തകർ മാത്രമല്ല, ഞങ്ങളെല്ലാവരും സഹോദരന്മാരെ പോലെയാണ് ഇവിടെ ജീവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർക്കൊരു പ്രശ്നം വരുന്നത് കണ്ടാൽ മാത്രമേ ഞാൻ ഇടപെടുകയുള്ളൂ. അതുപോലെ അവർക്കൊരു പ്രശ്നം ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അവർക്ക് എന്ത് പ്രശ്നമാണ് രഘുവായിട്ടുണ്ടാക്കിയ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ അറിയണം. സ്ത്രീകളുടെ ഡ്രസ്സിങ് ഏരിയയിൽ ഒളിക്യാമറ വെച്ചത് ഞാനാണെന്ന് പലരും ഇവിടെ വിശ്വസിച്ചു. പലരും ഇവിടെ പറഞ്ഞു നടന്നു. സത്യത്തിൽ സ്ത്രീകളുടെ ഡ്രസ്സിങ് ഏരിയയിൽ ഒളിക്യാമറ വെച്ചത് രഘുവായിരുന്നു. അത് കൈയോടുകൂടി ഞാൻ പിടിച്ചു. ഇത് കേട്ടതും നമ്മുടെ പാർവതി ആകെ നിന്ന് ഉരുകയാണ്. എന്നിട്ട് പ്രിയൻ കഥ തുടരുകയാണ് കേട്ടോ. രേവതിയുടെ മുഖത്ത് കല്യാണത്തിൻ്റെ ഇടയിൽ യാതൊരു സന്തോഷവും. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ രേവതിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രേവതി ആത്മഹത്യ ചെയ്യാനായിട്ട് ടെറസിൻ്റെ മേലെ കയറി നിൽക്കുന്നത്. രേവതി ആത്മഹത്യ ചെയ്യാനായിട്ട് ചാടുന്നതിന് മുമ്പായിട്ട് അവളെ കൈ പിടിച്ച് വലിച്ച് അവളെ ഞാൻ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുണ്ടായത്. അതിനുശേഷം രേവതിയോട് ഞാൻ ചോദിച്ചു, എന്താണ് രേവതി, എന്താ നിൻ്റെ പ്രശ്നം? നീ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണമാണോ വീട്ടുകാർ നടത്തിയത്? എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണോ നീ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരം ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കാം. നീ സ്നേഹിക്കുന്ന ഏത് പയ്യനെയാണെങ്കിലും ആ പയ്യനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കാം. ഇതിൻ്റെ വാക്കാ രേവതി. നീ ഇങ്ങനൊന്നും ചെയ്യരുത്. ആത്മഹത്യയെക്കുറിച്ച് നീ ചിന്തിക്കരുത്. പ്രിയൻചേട്ടനോടെങ്കിലും ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടിപ്പോകും ചേട്ടാ. ഞാൻ വേറെ ആരും സ്നേഹിക്കുന്നില്ല. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും അപമാനിക്കപ്പെടും. അപ്പോൾ ആ രഘു ഉണ്ടല്ലോ, രഘുവിൻ്റെ മുമ്പിൽ കയ്യിൽ എൻ്റെ വീഡിയോ ഉണ്ട്. ആ വീഡിയോ വെച്ചിട്ട് പകർത്തിയത് രഘുവാണ്. പ്രിയൻചേട്ടൻ ആ വീഡിയോ വെച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞിരുന്നതിന് സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ കുടുംബത്തിലേക്ക് ഈ വീഡിയോ എത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. എനിക്ക് നാണം കെട്ട് ജീവിക്കാനും പറ്റില്ല. നാണം കെട്ട് ജീവിക്കുന്നതിന് നല്ലത് മരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ പൊന്നു രേവതി, നീ ഇത് എന്തൊക്കെയായി പറയുന്നത്? ഈ കഥ തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നു നിനക്ക് എന്നോട്. രഘു വീഡിയോ പകർത്തിയിട്ടുണ്ടെന്നോ? അതെ, അയാളുടെ കയ്യിൽ എൻ്റെ മാത്രം വീഡിയോ അല്ല, ഇവിടെ ജോലി ചെയ്ത ഓരോ പെണ്ണുങ്ങളുടെയും വീഡിയോ ഉണ്ട്. അവരെല്ലാവരും ഇവൻ ഈ വീഡിയോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഇത്രയും കേൾക്കുമ്പോഴേക്കും ബാക്കി എല്ലാവരും അങ്ങ് ഷോക്കാവുകയാണ്. പാറുവിനാണെങ്കിൽ കുറ്റബോധം സഹിക്കാൻ പറ്റാതെ പ്രിയനെ നോക്കുകയാണ്. അപ്പോൾ കൈലാഷ് പറയണേ, ഇനി ബാക്കിയുള്ളത് ഞാൻ പറയാം. നേരെ എൻ്റെ ക്യാബിനിലേക്കാണ് രേവതിയെ കൂട്ടിയിട്ട് വന്നത്. ഇതിനുശേഷം എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കുകയായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടിരുന്ന ഞാൻ രേവതിയോട് ചോദിക്കുകയാണ്, രേവതി, ആത്മഹത്യയാണോ എല്ലാത്തിനും പരിഹാരമാവുന്നത്? നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞൂടെ? അത് പ്രിയനോട് പറഞ്ഞ് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. പ്രിയൻ എത്ര തവണ ചോദിച്ചു നിന്നോട്? ഞാൻ വരെ ചോദിച്ചില്ല നിന്നോട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അത് നീ എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? നീ ആത്മഹത്യ ചെയ്താലേ ആർക്കാണ് നഷ്ടം? നിൻ്റെ വീട്ടുകാർക്ക് മാത്രമേ നഷ്ടം ഉണ്ടാവുള്ളൂ. രഘു അതിനുശേഷം ഇങ്ങനെ തന്നെ പെണ്ണുങ്ങളുടെ വീഡിയോയും പകർത്തി ഒളിക്യാമറ വെച്ച് നടക്കും. ഇവിടെയുള്ളവർ നിൻ്റെ സഹോദരന്മാരല്ലേ, അവർക്ക് ആർക്കും ഇതുപോലത്തെ ഒരു പ്രശ്നം വരരുതെന്ന് നീ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെയല്ലേ നീ ചെയ്യേണ്ടത്? അവനെപ്പോലുള്ളവരെ സംരക്ഷിക്കാനല്ലേ നീ നോക്കിയത്? ഒരു കണക്കിന് ഇങ്ങനൊന്നും കേട്ട് പേടിച്ചിരിക്കേണ്ട കാലം കഴിഞ്ഞു. നീ എന്തായാലും രഘുവിൻ്റെ കാര്യം ഞാൻ ഇന്ന് തന്നെ തീരുമാനം എടുക്കും.
പ്രിയ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സാറ് വാക്ക് പറഞ്ഞവനെ തല്ലി കൊന്ന് ഞാൻ ഇഞ്ച പരുവാക്കാൻ അധികം സമയമൊന്നും വേണ്ട. അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല പ്രിയ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവൻ്റെ മേലെ കൈവച്ച് കഴിഞ്ഞാൽ അവനത് വേറെ രീതിയിൽ വളച്ചൊടിക്കാൻ കാര്യം ചെയ്യും. അവനോട് ഇക്കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആ കാര്യം മറക്കുകയും ചെയ്യും. തെളിവ് സഹിതം അവനെ പൊക്കണം. അപ്പോൾ ഇവന് ഇത്രയധികം ധൈര്യം ആരെ കൊടുത്തിട്ടുണ്ടാവുക? അതിനിത്ര സംശയം എന്താണ്? കരുണാകരൻ സാറാണ്. കരുണാകരൻ സാറിൻ്റെ അസിസ്റ്റൻ്റാണ് രഘു. രഘുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റുണ്ടായാലും അത് കരുണാകരൻ സാറ് മറച്ചു വെച്ച് അവനെ സംരക്ഷിക്കുകയും ചെയ്യും. അത് അവന് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സാർ അവൻ ഇങ്ങനെയുള്ള കളിയൊക്കെ കളിക്കുന്നത്. നമ്മളിപ്പോൾ അത് അറിഞ്ഞ് ചോദിച്ചാലും ഞാൻ വൈരാഗ്യത്തിൻ്റെ പുറത്ത് ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ എല്ലാം മനസ്സിലാക്കി അവന് പറ്റുന്നിടത്ത് അവൻ ഈ കളി കളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാറ് പറയുന്ന പോലെ തെളിവ് സഹിതം അവനെ നമുക്ക് പിടിക്കാം. അങ്ങനെ നമ്മുടെ പ്രിയൻ ബുദ്ധി ഉപദേശിച്ചത് കൈലാഷാണ്. എന്തായാലും ഈ പെൺകുട്ടിയോട് ഗോഡൗണിലേക്ക് ചെല്ലാൻ പറയാം കേട്ടോ. അവിടെ ചെന്ന് ഗോഡൗണിൽ ചെന്ന് കൈയോടെ പിടിക്കാമെന്ന് പറയാം. അങ്ങനെ ബുദ്ധി ഉപദേശിച്ച് കൊടുത്തത് കൈലാഷാണ് കേട്ടോ. ഇരയ്ക്ക് വേണ്ടി വലവീശി കാത്തിരുന്ന പോലെ വേടനെ പോലെ വല വിരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രേവതി ട്രാപ്പ് ചെയ്യാനായിട്ടാണ് നിന്നത്. ഈ കാര്യങ്ങളെല്ലാം കൈലാഷ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കൈലാഷ് ചോദിക്കുകയാണ്, ഇനി എന്ത് ശിക്ഷയാണ് ഞാൻ ഇവന് കൊടുക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ പ്രിയ, നീ തന്നെ തീരുമാനിക്കുക ഇവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന്. സാർ, ഇവൻ എൻ്റെ കയ്യിലേക്ക് കിട്ടരുത്. ഈ ഗാർമെൻറ്റ്സിലെ ഓരോ കുട്ടികളും എൻ്റെ സഹോദരിമാരാണ്. എൻ്റെ സഹോദരിമാരോട് മോശമായിട്ട് പെരുമാറി ഇവൻ്റെ കയ്യിലിട്ട് തന്നുകൊണ്ടല്ലോ ഇവനെ ഞാൻ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ ഇവൻ എനിക്ക് വേണ്ട. മുത്തമ്മയുടെ ആണല്ലോ ഇവിടെ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നത്. മാഡം തന്നെ തീരുമാനിക്കട്ടെ ഇവൻ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന്. അപ്പോൾ ഈ സമയത്ത് മുക്ത പറയാണ്, കരുണാകരൻ സാർ ഇത്രയും പൊക്കൃത്തരം ചെയ്താൽ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒട്ടും ശരിയായില്ല സാർ എന്ന് പറയണം. അത് ശരി തന്നെയാണ് മുക്ത മാഡം. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇവൻ ഇത്രയും വലിയൊരു പോക്രിയാണെന്നുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവനെ തന്നെ കുത്തിന് പിടിച്ച് വെളിയിലാക്കിയേനെ. ഇവനുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുത്തേനെന്ന് പറയാണ്. അങ്ങനെ കരുണാകരൻ അച്ചാലും മുച്ചാലും അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കൈലാഷ് വന്നിട്ട് പറഞ്ഞു, കരുണാകരൻ സാർ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവൻ ചത്തുപോകും. ഇവൻ എന്തായാലും ചെയ്തിരിക്കുന്ന തെറ്റ് ഇവിടുത്തെ പെൺകുട്ടികളോടാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്ത്രീകളെ വേണം ഇവനെ ശിക്ഷിക്കേണ്ടത്. അപ്പോൾ എല്ലാ സ്ത്രീകളും രേവതിയോടാണ്. രേവതിയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുന്നത്. നീ കൊടുക്കടി, അടിക്ക് രേവതി എന്ന് പറയണം. അങ്ങനെ രേവതി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും പറയാം അടിക്ക് രേവതി എന്ന്. അവനുശേഷം രേവതി പറയാം, ജയന്തി ചേച്ചിയുടെ വീഡിയോ ഇവൻ്റെ കയ്യിലുണ്ട്. അവൻ ജയന്തി ചേച്ചിയെ കുറിച്ച് അപവാദം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജയന്തി പറയും, ഇവനെൻ്റെ കയ്യിൻ്റെ ചൂട് നീ ഓർത്തോളും. ഓരോ പെണ്ണുങ്ങളെക്കുറിച്ചും അപവാദം പറയുമ്പോൾ ഇനി അവൻ അതിൻ്റെ ഓർമ്മയിൽ വന്നോളും എന്ന് പറഞ്ഞിട്ട് ജയന്തി അടിക്കുകയാണ്. എന്നൊരു സൗന്ദര്യം പറയാം, കൈലാഷ് സാർ എന്നെ ഇവൻ പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും കൊടുത്തോട്ടെ സാർ? എന്തിനാ നിന്നോട് ചോദിക്കുന്നത്? കൊടുത്തോ. എന്നിട്ട് ജയന്തിയും സൗന്ദര്യയും രേവതിയും സാവിത്രി ചേച്ചിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി അടിയോടടിയാണ് കേട്ടോ. ഇവനൊരു ഇഞ്ച പരുവായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് സാവിത്രി ചേച്ചി നമ്മുടെ പാർവതിയോട് ചോദിക്കുന്നുണ്ട്, പാർവതി നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതില്ല ഇതുപോലെയുള്ള വൃത്തിയോടൊന്നും ഒരിക്കലും പ്രിയം കാണിക്കില്ല എന്ന്. അന്ന് നീ ചോദിച്ചു, ബാക്കി എല്ലാവരും പ്രിയനെ സപ്പോർട്ട് ചെയ്തപ്പോൾ നീ ഒറ്റൊരുത്തനാണ് സപ്പോർട്ട് ചെയ്തവൻ ജയിലിൽ പോയി കിടന്നത്. അതുകൊണ്ട് തന്നെ നീ ഇവനെ പിടിച്ചടിക്കണം എന്ന് പറയണം കേട്ടോ. ഇത് കേട്ട പാർവതിയാണെങ്കിലും ഓർക്കണം അവൻ പ്രിയനെ ചൂണ്ടിക്കാണിക്കുന്നത്, അവനെ പോലീസ് കൊണ്ടുപോയി ഇടിക്കുന്നതും കള്ളസാക്ഷി പറയിപ്പിച്ചതും അതുപോലെ തന്നെ പ്രിയനാണ് കയറി പിടിച്ചതെന്നൊക്കെ പറഞ്ഞ് പാർവതി ആലോചിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പാർവതി ഇങ്ങനെ വരികയാണ്, ഇടാ വൃത്തികെട്ടവനെ, നീ ഇത്തരത്തിലുള്ള വൃത്തികേടൊക്കെ കാണിച്ചിട്ട് ആ പാവം മനുഷ്യനെ എൻ്റെ മുന്നിൽ ബലിയാടാക്കി നിർത്തിയില്ലേ? അയാൾക്കെതിരെ എന്നോട് സാക്ഷി പറയാനായിട്ട് പറഞ്ഞില്ലേ? ഞാൻ കാരണം അദ്ദേഹം ജയിലിൽ വരെ കയറിയില്ലേ? നീ ഒന്നും ജീവിച്ചിരിക്കാൻ തന്നെ കൊള്ളില്ലടാ വൃത്തികെട്ടവനെ എന്ന് പറഞ്ഞിട്ട് അടിച്ചവനെ ശരിയാക്കാണ്. പക്ഷേ പാർവതി അടി നിർത്താതായപ്പോഴേക്കും നമ്മുടെ കൈലാഷ് പറയാം, പാർവതി അടിക്കണ്ട മതി നിർത്തുമെന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് പാർവതി പറഞ്ഞ് മനസ്സിലാക്കി അടി നിർത്തിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മുക്ത പറയാണ്, ഇയാൾക്ക് ഈ അടി തന്നെ ധാരാളം, ഇനി ഇയാളെ ശിക്ഷിക്കണ്ട. ഇയാൾക്ക് കുടുംബം കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ജോലിക്ക് നഷ്ടപ്പെട്ട് എങ്ങനെ ശരിയാവുക? എന്തുകൊണ്ടാണ് മുക്ത ഇങ്ങനെ പറഞ്ഞത്? കാരണം പാർവതിക്ക് അതുപോലെ തന്നെ കൈലാഷിനും മയക്കുമരുന്ന് കലക്കി കൊടുത്തിരുന്നത് അവർക്കിടയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ കാരണമായത് ആരാണ്? ഇവൻ തന്നെയാണ്, ഈ വൃത്തിയായിട്ട് രഘു തന്നെയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ രഘു പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുക്തി ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഈ സമയത്ത് രഘുവിനെ സപ്പോർട്ട് ചെയ്ത് കരുണാകരൻ പറയും, ഇവനെ പുറമുള്ളവന്മാരെ ജോലി നഷ്ടപ്പെട്ടിട്ടേന്ന് വെക്കണം. ഇവൻ ഇതുമാതിരിയുള്ള തെണ്ടിത്തരം കാണിക്കുമ്പോൾ ഇവൻ്റെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് ഇവൻ ചിന്തിച്ചില്ലല്ലോ. ഓരോ പെണ്ണുങ്ങളെ കുറിച്ച് ഇവൻ ഇതുപോലെ പ്രകൃതനം കാണിക്കുകയും ചെയ്യുമല്ലോ. അവൻ അപ്പോഴും ചിന്തിച്ചില്ലല്ലോ. മറ്റുള്ളവർക്കും കുടുംബം കുട്ടികളൊക്കെ ഉണ്ടെന്ന് ഇവൻ അറിഞ്ഞില്ലല്ലോ. ഇവനെ പോലുള്ളവരൊന്നും ഇവിടെ ജീവിക്കാനായിട്ടോ നിൽക്കാനായിട്ടോ അർഹതയുള്ളവരല്ല. മുക്തമായിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ വാക്ക് ധിക്കരിക്കേണ്ടി വരും. ഇവനെ പിടിച്ച് ഞാൻ തന്നെ പുറന്തള്ളാൻ പോവാണെന്ന് പറയണം. ഈ സമയത്ത് മോഹൻ ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്.
ഇവന് ഈ ശിക്ഷ മാത്രം കൊടുത്താൽ പോരാ, പോലീസിൽ എന്തായാലും ഏൽപ്പിക്കുന്നില്ല. ഇവൻ വീഡിയോയിലൂടെ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നുണ്ട്. നടന്ന കാര്യങ്ങളിൽ എണ്ണി അവൻ പറയണം. ഈ സമയത്ത് രഘു പറയാണ്, ഇനി എന്നെ തല്ലരുത്, ഞാൻ ചത്തുപോകും, ഞാൻ പറഞ്ഞോളാം എന്ന് പറയണേ. അങ്ങനെ താനാണ് എല്ലാവരുടെയും ഒളിക്യാമറ എടുത്തതെന്നും പറയാട്ടോ. അങ്ങനെ വീഡിയോ ഡ്രസ്സിങ്ങിൽ നിന്ന് പകർത്തിയെന്നും പറയണം കേട്ടോ. അതിനുശേഷം ഞാൻ ആ വീഡിയോ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് രേവതിയും പിടുത്തി. അവൾ എനിക്ക് വഴങ്ങാൻ തയ്യാറാക്കിയവരെ കൊണ്ടുവന്നു, പക്ഷെ അത് നടന്നില്ല. പിന്നെ പ്രിയൻ്റെ പേരിൽ ഞാൻ എല്ലാ കുറ്റങ്ങളും ചാത്തി. പ്രിയനാണെങ്കിലോ പോലീസ് സ്റ്റേഷന് വരെ അവനെ ഞാൻ കയറ്റി. പാർവതി അതിന് കൂട്ടുപിടിച്ചു. ഞാൻ അവരെ ആ ഒരു സാധ്യതയാക്കി എടുത്തു എന്നൊക്കെ പറയണേ. ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയാണ്, ഇനി ഇതേ ഒരു വീഡിയോ വൈറലാക്കി ഞാൻ. ഓരോ പെണ്ണുങ്ങളും ഇവനെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കും. ഓരോ വീട്ടിലും സ്ത്രീകളുണ്ടെങ്കിൽ ഇവനെ കാണുമ്പോൾ എല്ലാവരും കാർക്കിച്ച് തുപ്പും. അതാണ് വേണ്ടത്. ഇനി ഇവൻ ഒരിടത്തും ജോലി കിട്ടരുതെന്ന് പറഞ്ഞിട്ട് പറയണ്ട. അങ്ങനെ ആ പ്രശ്നം അങ്ങ് തീരുകയാണ്. അങ്ങനെ പ്രിയനെ എല്ലാവരോടും പറയുകയാണ്, എല്ലാവർക്കും സമാധാനമായില്ലേ പ്രിയൻ ചേട്ടാ, ഞങ്ങൾക്കിപ്പോൾ സമാധാനമായി പ്രിയൻ ചേട്ടാ എന്ന് പറയണേ. ഇനി എല്ലാവരും പോയി ജോലി ചെയ്യുമെന്ന് പറയണേ. എന്തായാലും നന്ദിയും പറഞ്ഞ് കൈലാഷം അങ്ങ് പോവാണ്. ഈ സമയത്ത് പാർവതി ആണെങ്കിലും പ്രിയനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രിയനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പാർവതിയെ വകവയ്ക്കാതെ അവഗണിച്ചുകൊണ്ട് തന്നെ പ്രിയൻ പാർവതിയുടെ അടുത്ത് നിന്ന് പോവുകയാണ്. ഈ സമയത്ത് പാർവതിയുടെ അടുത്തേക്ക് വാസന്തി ചേച്ചി വരികയാണ്. വാസന്തി ചേച്ചി എന്നിട്ട് പറയാണ്, പാർവതി, ഞങ്ങളെല്ലാവരും പറഞ്ഞില്ല പ്രിയൻ ഒരിക്കലും ഇമാതിരി ഒരു തെണ്ടിത്തരം ചെയ്യില്ല എന്ന്. നിനക്കറിയില്ല പ്രിയനെ കുറിച്ച്. ഇനിയെങ്കിലും നീ അവനെ വിശ്വസിക്കുമല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, സത്യസന്ധമായിട്ട് എന്നോട് ഉത്തരം പറയുമോ? നീ ചോദിച്ചോ. അത് പിന്നെ ഞാൻ പ്രിയഞ്ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് പ്രിയഞ്ചേട്ടനെ കാണുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വെച്ചൊരു പെൺകുട്ടി പ്രിയൻ്റെ കവളിലടിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ആ പെൺകുട്ടി ചതിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതോടെ വർക്ക് ചെയ്തിരുന്ന രമ്യ ചേച്ചിയുടെ അനിയത്തിയാണെന്ന്. ചേച്ചിയുടെ അനിയത്തി ഇത്രയധികം ദ്രോഹിച്ച ഒരാൾക്കാണ് ചേച്ചി എന്താ ഇത്രയും സപ്പോർട്ട് സംസാരിക്കുന്നത്? മാത്രമല്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചേച്ചിയും പ്രിയൻ ചേച്ചിയും സംസാരിക്കുന്നതും കണ്ടു. ചേച്ചിയുടെ അനിയത്തി പ്രണയിച്ച് വഞ്ചിച്ച പ്രിയനോട് ചേച്ചിക്ക് എന്താ ദേഷ്യമില്ലാത്തത്? പാർവതി, നീ എന്തൊക്കെയാണ് പറയുന്നത്? രമ്യൻ്റെ സഹോദരി തന്നെയാണ്, പക്ഷേ അവളെ പ്രിയൻ പ്രണയിച്ച് വഞ്ചിച്ചിട്ടൊന്നുമില്ല. പ്രിയൻ ഇതുപോലെയാണ്, എല്ലാവരോടും ക്ലോസ് ആയിട്ട് ഇടപഴകും. ഇവിടെ വിശ്വസിക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് പ്രിയൻ മാത്രമാണ്. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്കോട് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ അവളോട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അവളതിനെ തെറ്റിദ്ധരിച്ചു. പ്രിയൻ അവനോട് പ്രണയണം തോന്നി. അവൾക്കൊരു കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോൾ പ്രിയൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞ് അപേക്ഷിക്കാൻ തുടങ്ങി. പ്രിയൻ അവളെ കല്യാണം കഴിക്കണമെന്ന്. ആ ഒരു കാര്യത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയൻ ശ്രമിച്ചത്. അതിനിടയിൽ പ്രിയന് ഇത്തിരി മോശപ്പേര് വന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് തന്നെ വിട്ട് പോകണമെന്നൊക്കെ പ്രിയൻ തീരുമാനിച്ചു. അങ്ങനെ അവളുടെ മുമ്പിൽ മോശപ്പേര് വരാൻ വേണ്ടിയിട്ടാണ് പ്രിയൻ അങ്ങനെയൊക്കെ ചെയ്തത്. അന്നവൾ അടിച്ചിട്ട് പോയെങ്കിലും അതോടുകൂടി അവരുടെ വിവാഹം കഴിഞ്ഞ് അവൾ സുഖമായിട്ട് ജീവിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പ്രിയനൊരു പുണ്യാത്മാവായിട്ടാണ് കണക്കാക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രിയൻ അത്രയധികം സ്വാധീനമുണ്ട്. അല്ലാതെ നീ കരുതുന്ന പോലെ എൻ്റെ അനിയത്തി പ്രണയിച്ച് വഞ്ചിച്ചതല്ല പ്രിയൻ. എൻ്റെ അനിയത്തി തെറ്റിദ്ധരിച്ചതാണ്. പ്രിയൻ വളരെ നല്ല മനുഷ്യനാണ്. ഇനിയെങ്കിലും നീ പ്രിയനെ തെറ്റിദ്ധരിക്കരുത് പാറു എന്നീ ചേച്ചി ഇങ്ങനെ പറയുകയാണ്. ഇതോടെ ആയതോടുകൂടി പാർവതിക്ക് ഭയങ്കര വിഷമമാവാണ്. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്. ഇനി നമുക്ക് പ്രമോ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.